പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയുടെ രക്തസാമ്പിൾ ഫോറൻസിക് ലാബിൽ പരിശോധിക്കും. പ്രതി രാഹുൽ പി ഗോപാലിന്റെ കാറിൽ രക്തം കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്താനാണ് ശാസ്ത്രീയ പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. മർദ്ദനത്തിനിരയായ പെൺകുട്ടി ചികിത്സ തേടിയ ഡോക്ടറുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പ്രതി രാഹുൽ പി ഗോപാലിന്റെ മാതാവും സഹോദരിയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കും. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്താണ് അന്വേഷണ പുരോഗതി? രാഹുൽ സുരേഷ് അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരും. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയുടെ രക്തസാമ്പിൾ ഫോറൻസിക് ലാബിൽ പരിശോധിക്കും. പ്രതി രാഹുൽ പി ഗോപാലിന്റെ കാറിൽ രക്തം കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്താനാണ് ശാസ്ത്രീയ പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. മർദ്ദനത്തിനിരയായ പെൺകുട്ടി ചികിത്സ തേടിയ ഡോക്ടറുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. അതേസമയം പ്രതി രാഹുൽ പി ഗോപാലിന്റെ മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കോടതി അത് ഇന്ന് പരിഗണിക്കും. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങളുടെ വിശദാംശങ്ങൾ? വേണു, ശനിയാഴ്ച രാഹുൽ പി ഗോപാലിന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് നിർണായക തെളിവായ കാറ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാറിന്റെ ഉള്ളിൽ നിന്നും ഒരു രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ മർദ്ദനശേഷം ഈ നവവധുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ സംഭവിച്ചതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ടാണ് നവവധുവിന്റെ രക്തസാമ്പിൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘം ഇന്ന് തന്നെ പറവൂരിലെ നവവധുവിന്റെ വീട്ടിലെത്തും. തുടർന്നായിരിക്കും രക്തസാമ്പിൾ ശേഖരിക്കുക. ഇന്നലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. നിലവിലെ അന്വേഷണ പുരോഗതി യോഗം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഫോറൻസിക് ലാബിലായിരിക്കും ഈ രക്തസാമ്പിൾ പരിശോധിക്കുക. അതിനൊടുവിൽ ഈ രക്തക്കറയുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ പി ഗോപാലിന്റെ സഹോദരിയുടെയും അമ്മയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ കേസിൽ ഒരു വിധി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പോലീസിനോട് സ്വാഭാവികമായും റിപ്പോർട്ട് തേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ അറസ്റ്റ് തടയണമെന്നൊരാവശ്യം കൂടി ഈ പ്രതികൾ കോടതിയെ അറിയിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. വേണു, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.